ഇസ്ലാമിക സമൂഹം കൂട്ടുകാരെ അടുപ്പിക്കുന്ന കാലഘട്ടം കടന്നു വരും. മാതാപിതാക്കളെ അകറ്റുന്ന കാലഘട്ടം കടന്നു വരും. മാതാപിതാക്കളോട് അഭിപ്രായം ചോദിക്കാതെ മക്കൾ പെരുമാറുന്ന കാലഘട്ടം കടന്നു വരും. എന്തിനും ഏതിനും കൂട്ടുകാരെ ആശ്രയിക്കുന്ന കാലഘട്ടം കടന്നു വരും. 10ാം ക്ലാസ് SSLC കഴിഞ്ഞ 15 വയസ്സുള്ള വിദ്യാർത്ഥി ഇനി ഏത് കോളേജിൽ പഠിക്കണം, ഏത് കോഴ്സ് പഠിക്കണം, എങ്ങോട്ട് പോകണം, അത് ഉമ്മയോടല്ല ചോദിക്കുന്നത്, ഉപ്പയോടല്ല ചോദിക്കുന്നത്, അവന്റെ കൂടെ പഠിച്ച കൂട്ടുകാരനോടാണ്, അവളുടെ കൂടെ പഠിച്ച കൂട്ടുകാരിയോടാണ്. മാതാപിതാക്കളോട് അഭിപ്രായം തേടാത്ത കാലം, അവര് പഴഞ്ചൻ സംസ്കാരമുള്ളവരാണെന്ന് പറയുന്ന കാലം, മാതാപിതാക്കളെ അകറ്റി നിർത്തുന്ന കാലഘട്ടം. ഒരു ഫംഗ്ഷന് വേണ്ടി കടന്നു പോകുമ്പോൾ ഇതെന്റെ ഉമ്മയാണ്, ഇതെന്റെ ഉപ്പയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ മക്കൾ മടിക്കുന്നതല്ലേ? ചുക്കിച്ചുളിഞ്ഞ തൊലിയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, ചുക്കിച്ചുളിഞ്ഞ തലമുടി, ചുക്കിച്ചുളിഞ്ഞ തൊലിയുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ, നല്ലതുപോലെ സംസാരിക്കാൻ നാവ് കുഴഞ്ഞു പോകുന്ന വാർദ്ധക്യം ബാധിച്ച ഉപ്പ, ആ ഉപ്പയെ ചൂണ്ടിക്കാണിച്ച് ഇതെന്റെ ഉപ്പയാണെന്ന് പറയാൻ മടിയുള്ള കാലമല്ലേ? സഹോദരങ്ങളെ, അടച്ചാക്ഷേപിക്കുന്നതല്ല, ഇതെല്ലാവരെയും കുറിച്ച് പറയുന്ന കാര്യമല്ല. ഇന്നത്തെ മക്കളുടെ ചില ചിന്താഗതികളാണ് പറഞ്ഞു പോയത്. കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്റെ അരികിലോട്ട് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ്, നിങ്ങൾ വഅദ് പറയുന്ന ഒരാളല്ലേ, ഉമ്മാടെയും ഉപ്പാടെയും മഹത്വം പറഞ്ഞു കൊടുക്കണം, ഉമ്മയുടെയും ഉപ്പയുടെയും മഹത്വം പറഞ്ഞു കൊടുക്കണം, അതുപോലെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും മക്കളോടുമുള്ള ബാധ്യതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാരാ, ഇത് രണ്ടും രണ്ട് വിഷയമാണല്ലോ. ഉപ്പയോടും ഉമ്മയോടും ഒരു മകനും മകൾക്കുമുള്ള ബാധ്യതകൾ തന്നെ 2.5 മണിക്കൂർ പറയാനുള്ളതുണ്ട്. പിന്നെങ്ങനാണ് ഒരേ സമയത്ത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതകൾ പറയുന്നത്? ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനാണ് എന്നോട് പറഞ്ഞു തന്നത്, ഉസ്താദേ, പ്രായമാകുമ്പോൾ ചില മാതാപിതാക്കൾക്ക് വല്ലാത്ത ദേഷ്യമാണ്. പ്രായമാകുമ്പോൾ ചില മാതാപിതാക്കൾക്ക് മക്കളെ പോലെ പിടിവാശിയാണ്. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു തന്നത്, ഞാനടക്കം 5 മക്കളാണ് എൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുമുള്ളത്. ഉസ്താദേ, എനിക്ക് താഴെയുള്ളത് 4 പെൺകുട്ടികളാണ്, 4 അനിയത്തിമാരാണ്. അവരെ സുന്ദരമായ രൂപത്തിൽ വിവാഹം കഴിച്ചയച്ചു. ഉപ്പാക്കും ഉമ്മാക്കും കടമില്ലാത്ത രൂപത്തിൽ വിവാഹം കഴിഞ്ഞു. ഞാനോ 15 വർഷം പ്രവാസിയാണ് ഉസ്താദ്. 4 പേരെ കെട്ടിക്കുമ്പോഴും ഞാൻ വിദേശത്തായിരുന്നു. 4 പേരെയും വിവാഹം കഴിച്ചയക്കുമ്പോൾ ഞാൻ പ്രവാസിയായിരുന്നു. ചോര നീരാക്കി പാടുപെട്ട് പണിയെടുത്ത എന്റെ വിയർപ്പിന്റെ ഒരംശമാണ് എന്റെ സഹോദരിമാർക്ക് അവരുടെ വിവാഹത്തിന്റെ സമയത്ത് എന്റെ ഉപ്പയും ഉമ്മയും സമ്മാനിച്ചു പോയത്. ഉസ്താദേ, അവസാനം കല്യാണം കഴിച്ചത് ഞാനാ. വിദേശത്ത് നിൽക്കുമ്പോഴാണ് ഒരു സുന്ദരമായ ഭവനം ഞാൻ ഉണ്ടാക്കിയത്. അന്ന് ഞാൻ എൻ്റെ ഉപ്പയോട് ചോദിച്ചിരുന്നു, ഉപ്പാ, ഇതെനിക്കും എൻ്റെ മക്കൾക്കും അവകാശപ്പെട്ടതല്ലേ, ഇതെനിക്കും എൻ്റെ മക്കൾക്കും അവകാശപ്പെട്ടതല്ലേ? അന്ന് എൻ്റെ പൊന്നുപ്പ പറഞ്ഞത്, ഇത് നിനക്ക് മാത്രമാണ്, ഇതിൽ നിന്നുള്ള ഓഹരി നിന്റെ സഹോദരിമാർക്കില്ല. ഞാൻ ആ വാക്കിന്റെ പുറത്താണ് ഞാൻ വലിയ നിലയിലുള്ള വലിയ വീട് അവിടെ സ്ഥാപിച്ചത്. ഇന്നെനിക്ക് ഭാര്യയായി, 3 മക്കളായി. ഈ അടുത്ത സമയത്ത് എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദ്, വീടിന്റെ ആധാരം ഉപ്പാടെ കയ്യിലാണുള്ളത്, ഇത് വീതം വെക്കണമെന്നാണ് ഉപ്പ പറയുന്നത്. ഞാൻ ഉപ്പയോട് പറഞ്ഞു, ഉപ്പയല്ലേ പറഞ്ഞത് വീതം വെക്കില്ലെന്ന്, പിന്നെന്താ ഇപ്പൊ വാക്കു മാറ്റുന്നതെന്ന് ചോദിച്ചപ്പോൾ ഉപ്പാക്ക് എന്നോട് പറയാൻ മറുപടിയില്ല. ഉസ്താദ്, ഉപ്പ എന്നോട് പറയുന്നത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനാ. ഞാനും എൻ്റെ ഭാര്യയും പാതിരാത്രി പടച്ച റബ്ബിന്റെ മുന്നിൽ കണ്ണീരോടുകൂടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പാവമാണ് ഉസ്താദ്. 15 വർഷം മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കൊണ്ട് പകുതി ലോണുമെടുത്ത് കടവും മേടിച്ചുണ്ടാക്കിയ വീട്
വീടാണ്. അതെനിക്ക് നഷ്ടപ്പെട്ടാൽ 3 പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ വഴിയിലോട്ട് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണമെന്ന് പൊട്ടിക്കരഞ്ഞ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, എന്നെ കേൾക്കുന്ന മുസ്ലിമേ, മക്കളെ വേർതിരിച്ച് കാണരുത്, മക്കളെ വേർതിരിച്ച് കാണരുത്. അവരുടെ ഇഷ്ടങ്ങൾക്കും നമ്മൾ മുൻഗണന കൊടുക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ അഭിപ്രായങ്ങൾക്കും നമ്മൾ വില കൊടുക്കണം. ഒരു പ്രായം കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങളും നമ്മളൊന്ന് നോക്കിക്കാണണം. എന്താണ് അവരുടെ ആഗ്രഹമെന്ന് നമ്മളൊന്ന് ഇടയ്ക്ക് ചോദിക്കണം. ഒരു കാര്യം തീരുമാനിച്ച് നമ്മൾ നടപ്പിലാക്കുമ്പോൾ വീട്ടിൽ മൂത്ത മകനുണ്ടോ, ജോലി ചെയ്യുന്നവനാണോ, കുടുംബം പുലർത്തുന്നവനാണോ, സമൂഹത്തിൽ നിലയും വിലയുമുള്ള മക്കളാണോ എങ്കിൽ അവരെ കൂട്ടിയിരുത്തിട്ട് കൂട്ടിയിരുന്ന കാര്യങ്ങൾ ആലോചിക്കണം. എന്നിട്ടേ ഒരു കാര്യം നടപ്പിലാക്കാവൂ. ഒരു കാര്യം നടപ്പിലാക്കാവൂ. മക്കളുടെ ഇഷ്ടങ്ങൾക്കും മുൻഗണന കൊടുക്കണം. മക്കളെ വേർതിരിച്ച് കാണരുത് സഹോദരാ. എത്രയോ കുടുംബങ്ങളിലാണ് പാവപ്പെട്ട മക്കളിരുന്ന് കരയുന്നത്. പലവാളിന്റെ സദസ്സിലോട്ട് കടന്നു ചെല്ലുമ്പോഴും ഒരുപാട് ചെറുപ്പക്കാര് കൈപിടിച്ച് പൊട്ടിക്കരഞ്ഞ് പറയാറുണ്ട്, ഉസ്താദേ, ഇന്നെന്റെ ഉപ്പാടെയും ഉമ്മാടെയും മുന്നിൽ എനിക്കൊരു വിലയുമില്ല ഉസ്താദ്. ഞാൻ മൂത്ത മകനാണ്, എനിക്കൊരു വിലയുമില്ല. എന്തേടാ കാരണമെന്ന് ചോദിക്കുമ്പോഴാ മക്കള് പറയുന്നത് എന്തെന്നറിയോ? ഞാൻ പ്രവാസിയാണോ, എന്റെ സഹോദരങ്ങളെ പഠിപ്പിച്ചത് ഞാനാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് എന്റെ സഹോദരങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ജോലി മേടിച്ചു കൊടുത്തത് ഞാനാണ്. ഇന്നവര് വലിയ സർക്കാർ ഉദ്യോഗസ്ഥരായപ്പോൾ, ഇന്നവര് വലിയ നിലയിലായപ്പോൾ എനിക്കൊരു കറിവേപ്പിലയുടെ വില പോലുമില്ല ഉസ്താദ്. എന്റെ ഉമ്മാക്കും എന്റെ ഉപ്പാക്കും എന്നോട് പുച്ഛമാണ് ഉസ്താദ്. എന്റെ സഹോദരങ്ങൾ വന്ന വഴി മറന്നുപോയി ഉസ്താദ്. എത്രയോ സങ്കടങ്ങൾ കേൾക്കാറുണ്ട് സഹോദരോ. മാതാപിതാക്കൾക്കും മക്കൾക്കുള്ള ബാധ്യതകൾ പോലെ മക്കളോടും മാതാപിതാക്കൾക്കും ബാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കളോട് മക്കൾക്ക് ബാധ്യതകളും കടമകളും ഉള്ളതുപോലെ, അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും മക്കളോടും ബാധ്യതകളും കടമകളും ഉണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മാതാപിതാക്കൾക്കും മക്കളോടുള്ള കടമകളിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് ഇഅ്ദിലു, നീതിയോടുകൂടി പെരുമാറുക. നീതിയോടുകൂടി പെരുമാറുക, തുല്യരായി കാണുക, ഒരേ രൂപത്തിൽ സ്നേഹം കൊടുക്കുക, ഒരേ രൂപത്തിൽ അവരെ പരിഗണിക്കുക. മൂത്തവന് സ്നേഹം കുറവ്, ഇളയവനോട് പ്രത്യേകം സ്നേഹം, മോളോടൊരു പ്രത്യേക വാത്സല്യം, ആൺകുട്ടികളോടൊരു വാത്സല്യ കുറവ്, ഒരു ശാഠ്യവും ഒരു പേടിപ്പെടുത്തലും ഭയപ്പെടുത്തലും ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. മക്കളെ തുല്യരായിട്ട് കാണണം. പല വീടുകളിലുമുള്ള അവസ്ഥയാണ്. ഈ വിഷയങ്ങളൊക്കെ പറയാതെ പോയി കഴിഞ്ഞാൽ നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഞാൻ സമാധാനം പറയേണ്ടി വരും. അള്ളാഹു നമ്മുടെ മക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ മക്കളോട് നമുക്ക് ബാധ്യതയുണ്ടുപ്പാ. നമ്മുടെ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ മക്കളോടുള്ള ബാധ്യത തുടങ്ങാണ്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൊക്കെ പഠിച്ചു വെച്ചോണം. ഇനി ഭാവിയിൽ ഒരു മകൻ ഉണ്ടാകുകയാണെങ്കിൽ ആ മകനോടുള്ള ബാധ്യത ഇപ്പൊ മുതലേ നിനക്ക് തുടങ്ങി. എങ്ങനെയാണ്? ഉസ്താദ് എന്താ അന്തമില്ലാത്ത വർത്താനാണ് ഈ പറയുന്നത്. ജനിക്കണതിന് മുമ്പേ മകനോടുള്ള ബാധ്യത വാപ്പാക്ക് തുടങ്ങുന്നു. അതെന്ത് വർത്താനാണ്? ഇതുവരെ കേൾക്കാത്തൊരു വർത്താനാണല്ലോ. ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ മക്കളോടുള്ള ബാധ്യത നമുക്ക് ആരംഭിക്കുന്നത്? എങ്ങനെയാണ്? ഹദീസിൽ എന്താണ് വന്നിട്ടുള്ളത്? മഹാനായ അബൂ അസ്വദ് ദുഅലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണാസന്നനായി കിടക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മക്കളെ അരികിലോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മക്കളെ, നിങ്ങളുടെ ഉപ്പ നിങ്ങളെ നല്ല രീതിയിലാണ് വളർത്തിയിട്ടുള്ളത്, നല്ല
വിദ്യാഭ്യാസം തന്നിട്ടുണ്ട്, ആവതോളം സമ്പാദിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള എന്റെ കടമകൾ നിങ്ങളുടെ ജനനത്തിനു മുമ്പേ ഞാൻ പൂർത്തീകരിച്ചിരുന്നു. എങ്ങനെയാണ് ഞങ്ങളുടെ ജനനത്തിനു മുമ്പ് നിങ്ങൾ ഞങ്ങളോടുള്ള ബാധ്യതകൾ പൂർത്തീകരിച്ചതെന്ന് മക്കള് ചോദിക്കുമ്പോൾ അബൂ അസ്വദ് ദുഅലി എന്ന പിതാവ് പറഞ്ഞതെന്തെന്നറിയോ? ഇഖ്തർതു ലക്കും മിനൽ ഉമ്മഹാതി മല്ലാ തസുബ്ബൂന ബിഹാ. ഒരിക്കലും നിങ്ങൾ കുറ്റം പറയാൻ ഇടയില്ലാത്ത രൂപത്തിലുള്ള ഒരു നല്ല ഉമ്മയെ നിങ്ങൾക്ക് ഞാൻ സമ്മാനിച്ചു. എത്രയോ പെണ്ണ് കാണാൻ ഞാൻ കടന്നുപോയിട്ടുണ്ട്. എന്റെ കൂട്ടുകാരെല്ലാവരും സൗന്ദര്യം നോക്കി കല്യാണം കഴിച്ചപ്പോൾ, എന്റെ കൂട്ടുകാരെല്ലാവരും പടവും പ്രതാപവും കുടുംബമഹിമയും നോക്കി കല്യാണം കഴിച്ചപ്പോൾ, നിങ്ങളുടെ ഉപ്പയായ ഞാൻ പരിഗണിച്ചതെന്തെന്നറിയോ? നിങ്ങളുടെ ഉമ്മയായിട്ട് ഞാൻ കണ്ടുപിടിച്ചത് ദീനുള്ള പെണ്ണിനെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഉമ്മയാണോ ഞങ്ങൾക്ക് ഉണ്ടായതെന്ന് കുറ്റം പറയാൻ ഇടയില്ലാത്ത രൂപത്തിലുള്ള ഒരു മാതാവിനെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചതെന്നോ മഹാനായ അബുൽ അസ്വദ് ദുഅലി റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ, പ്രിയപ്പെട്ട യുവത്വമേ, തൊലിവെളുപ്പ് കണ്ടിട്ടല്ലടാ കല്യാണം കഴിക്കേണ്ടത്, അമ്മായിയപ്പന്റെ സ്വത്ത് കണ്ടിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്, ഹൈറ്റുള്ള ഹീലുള്ള ചെരുപ്പിട്ടവളെ കണ്ടിട്ട് നോക്കിയിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്, സാമർഥ്യമുള്ള പെണ്ണിനെ നോക്കിയിട്ടല്ല കല്യാണം കഴിക്കേണ്ടത്. ഈ സൗന്ദര്യമെല്ലാം ഒരു പരിധിവരെയുള്ളൂ എന്നുള്ള ചിന്ത നിന്റെ മനസ്സിന്റെ അകത്തുണ്ടാകണം. അവസാനം വരെയും നിലനിൽക്കുന്നത് ഒരേയൊരു കാര്യമാണ്, അതേ നിനക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതേത് കാര്യമേതെന്നറിയോ? ദീനുള്ള പെണ്ണിനെ കെട്ടാൻ വേണ്ടി നീ തയ്യാറാകണം. അല്ലാഹു നമ്മുടെ യുവാക്കൾക്ക് നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ സഹോദരിമാര് പറയും ഞങ്ങൾക്ക് നല്ല ഭർത്താക്കന്മാർ വേണ്ടേ? അല്ലാഹു നിങ്ങൾക്കും നല്ല ഭർത്താക്കന്മാരെ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളുടെ ഉപ്പയായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടത് ആരെയായിരിക്കണം? ഏതെങ്കിലും കോന്തനെയല്ല, നല്ല ദീനുള്ളവനെ തിരഞ്ഞെടുക്കണം. ഇപ്പൊ നല്ല രീതിയിൽ നടക്കണ ചെറുപ്പക്കാർക്കൊന്നും പെണ്ണില്ല. MDMA അടച്ച് നടക്കണവർക്കൊക്കെ പെണ്ണുണ്ട്. അങ്ങനെയല്ലേ? ഇന്നൊരു ചെറുപ്പക്കാരൻ, ഞാൻ പേര് പറയുന്നില്ല, നമ്മുടെ ഈ സദസ്സിൽ തന്നെയുണ്ട്, 29 വയസ്സായി, ആലിമീങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വന്നിട്ട് എന്നോട് സങ്കടം പറയാണ്, ഉസ്താദ് പെണ്ണില്ല. ഞാൻ പറഞ്ഞു പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, നാട്ടിൽ പെണ്ണുങ്ങളൊക്കെ ഇല്ല. പെണ്ണുങ്ങളൊക്കെ ജില്ലയിലുള്ള പെണ്ണുങ്ങളൊക്കെ നമ്മൾ പോയത് ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല ഉസ്താദ് നല്ല പെണ്ണില്ല. ഞാൻ പറഞ്ഞു എന്താ? ഒരുപാട് പെണ്ണ് കാണാൻ വേണ്ടി പോയി ഉസ്താദ്, ഒന്നും ശരിയാകുന്നില്ല. നല്ല സ്വഭാവമുള്ള ദീനുള്ള കുട്ടികളെ കിട്ടാനില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്, പലയിടങ്ങളിലുമുള്ള അവസ്ഥയാണ്. ഇപ്പൊ ബ്രോക്കർമാർക്ക് പണിയില്ലാത്ത കാലമാണ്. പ്രേമവിവാഹം സുലഭമാണ്. പ്രേമത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂല. പ്രേമത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുമോ? ഇപ്പൊ പറയാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ ബ്രോക്കർമാരുടെയൊക്കെ കാലം കഴിഞ്ഞു പോയി. ബ്രോക്കർമാരൊക്കെ ഇനി വേറെ വല്ല പണിക്കിറങ്ങേണ്ട കാലമാണ്. അതൊക്കെ പണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഭാര്യമാരെ നമ്മൾ തെരഞ്ഞെടുക്കണം. സൗന്ദര്യമുള്ളവളല്ല നല്ല പെണ്ണ്, കുടുംബ മഹിമയുള്ളവളല്ല നല്ല പെണ്ണ്. 25ഉം 50ഉം പവനുമായിട്ട് നമ്മളുടെ വീട്ടിലോട്ട് കടന്നു വരുന്നവളല്ല നല്ല പെണ്ണ്. ദീനുണ്ടോ അത് നോക്ക് ചെറുപ്പക്കാരാ. നിസ്കാരമുണ്ടോ? ഔറത്ത് മറച്ച് നടക്കുന്നവളാണോ? ചതിക്കാത്ത പെണ്ണുങ്ങളാണോ? അവിഹിതമൊക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ്. കെട്ടിയിട്ട് 4-ാം പക്കം കാമുകനുമായിട്ട് പോണവളാണോ? ഇതൊക്കെ അന്വേഷിച്ച് പറക്കിയിട്ട് കെട്ട്. അള്ളാഹു നമുക്ക് നല്ല ഭാര്യമാരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും ദുആ ചെയ്യണം, സമൂഹത്തിന്റെ മുന്നിൽ നമ്മളെ നാണം കെടുത്തുന്നവളായിട്ട് നമ്മുടെ ഭാര്യ മാറരുത്. അല്ലെ? അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ തളരുമ്പോ നമുക്ക് കരുത്ത് തരുന്നവളായിരിക്കണം നമ്മുടെ ഭാര്യ. നമ്മുടെ പ്രതിസന്ധി നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കിയിട്ട് നിസ്കാരപ്പായലിരുന്ന് പൊട്ടിക്കരഞ്ഞ് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവളായിരിക്കണം നമ്മുടെ ഭാര്യ. നമ്മുടെ അഭിമാനത്തിന് ശതം വരുത്തുന്ന പ്രവർത്തനങ്ങളോ വർത്തമാനമോ പറയാത്തവളായിരിക്കണം നമ്മുടെ ഭാര്യ. ഒരു അവിഹിതം എവിടെയെങ്കിലും അത് പൊങ്ങുന്നു എന്ന് കാണുമ്പോൾ, അവളുടെ ജീവിതത്തിലോട്ട് ഒരു ഹറാമ് കടന്നു വരുന്നു എന്ന് കാണുമ്പോൾ, എന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്റെ ശരീരവും എന്റെ സമ്പത്തും എന്ന് മനസ്സിലാക്കി ആ ഹറാമിനോട് സലാം പറഞ്ഞിട്ട് ഭർത്താവിലേക്ക് മടങ്ങുന്നവളായിരിക്കണം ഭാര്യ.
ഇതെന്റെയും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെയും കുട്ടികളാണ് എന്ന് മനസ്സിലാക്കി ആ മക്കൾക്ക് വേണ്ടി സർവ്വതും ത്യജിക്കാൻ സന്നദ്ധയായിരിക്കണം നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യ. അല്ലാഹു അങ്ങനെയുള്ള ഭാര്യമാരിൽ നമ്മുടെ ഭാര്യമാരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവരാക്കി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രതിസന്ധികളിൽ തളരുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവളുടെ വീട്ടുകാരെക്കാളും ഭർത്താവിന് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന, സ്ഥാനം കൊടുക്കുന്ന നല്ല ഇണകളാക്കി അല്ലാഹു നമ്മുടെ ഇണകൾ അല്ലാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ മക്കളോടുള്ള കടമകൾ തുടങ്ങി. നല്ല ഉമ്മയെ തെരഞ്ഞെടുക്കണം. ഇനിയൊരു മകനുണ്ടായി, മകളുണ്ടായി കഴിഞ്ഞാലുള്ള കടമ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു തരികയാണ്, നല്ല പേരിടണം, നല്ല പേരിടണം സഹോദരാ, അർത്ഥമുള്ള പേരിടണം. ബദരീങ്ങളിൽപ്പെട്ടവരുടെ പേരിടണം. ഹദീസിൽ കാണാം അബ്ദുള്ള, അബ്ദുറഹ്മാൻ എന്നൊക്കെയുള്ള നല്ല പേരുകൾ ഇടണം. ഹബീബായ നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു തന്നത് എന്തെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്, പേരുപോലെ തന്നെയായിരിക്കും അവന്റെ ജീവിതം. ആ പേരിന്റെ ഒരു പ്രതിഫലനം ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുമെന്ന് സയ്യിദുന ഇബ്നു അബ്ബാസ്. ആ പേരിന്റെ ഒരു അർത്ഥം കാണുമല്ലോ. ഇപ്പൊ അൻവർ എന്ന പേരിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ പ്രകാശിക്കുന്നവരെന്നാണ്. ഈ ലൈറ്റ് ഇട്ടുകൊണ്ടാണ് നല്ല തിളങ്ങിക്കുന്നത്, വേറെ വിഷയം. നല്ല അവന്റെ ജീവിതത്തിൽ ഒരു തെളിച്ചവും ഒരു ബറക്കത്തുണ്ടാകും. അജ്മൽ, ഏറ്റവും ഭംഗിയുള്ളവൻ, ഏറ്റവും ഭംഗിയുള്ളവൻ. അഷ്കർ, ഏറ്റവും കൂടുതൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നവർ. പേര് പോലെ ആയിരിക്കും ചില ആളുകളുടെ ജീവിതം തന്നെ. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു തന്നൊരു വസ്തുതയാണ്. ഇപ്പോൾ ഉള്ള പിള്ളേരുടെ പേര് ഷെറീൻ. എന്തൊക്കെ പേരാ പേരൊക്കെ ഇപ്പോഴത്തെ പേരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിന്റെ പേരും മുസ്ലിമിന്റെ പേരും എല്ലാം ഇപ്പൊ ഒന്നായി പോയി. അർത്ഥമുള്ള പേര് ആരെങ്കിലും ഇടുന്നുണ്ടോ? മോഡേൺ പേരുകളാണ്. പേരിന്റെ അർത്ഥം ഇന്ന് നമ്മൾ ചോദിക്കുന്നത് ഗൂഗിൾ ഉസ്താദിനോടാണ്, അല്ലേ? ഫതഹ്, കസ്റ്, ലൊമ്മ്, ഇതല്ലാതെ ആ, ഈ, ഉ, ഈ 3 ഓക്കാരങ്ങളല്ലാതെ എ എന്നുള്ള ഒരു കാരം, ഷെറിൻ, ഈ ഷേ എന്നുള്ള, മനസ്സിലായോ? ഈ ഏക്കാരം എന്നാണ് പറയുക. അതില്ല. അങ്ങനെ ഒരു അർത്ഥം വരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉച്ചാരണമുള്ള ഒരു അറബി വേർഡ് തന്നെ ഇസ്ലാമിലില്ല. നമ്മൾ മനസ്സിലാക്കണം. ഈ അടുത്ത സമയത്ത് ഒരു കുട്ടിയുടെ പേര് കണ്ടാണ് ഏബിൻ ഖുർദേശ്. ഏബിൻ ഖുർദേശ്. ഖുർദേശ്. ഞാൻ ചോദിച്ചു ഈ പേര് എവിടെ നിന്ന് കിട്ടി? ഗൂഗിളിൽ കണ്ട പേരാണ്. നല്ല മുസ്ലിമീങ്ങളുടെ പേരെന്തൊക്കെയാണ് എന്ന് ഗൂഗിളിനോട് ചോദിച്ചപ്പോ ഗൂഗിൾ പറഞ്ഞു കൊടുത്ത പേരാണ് ഏബിൻ ഖുർദേശ്. എന്തർത്ഥം ആ പേരിനുള്ളത്? അർത്ഥമുള്ള പേരിടണം. അത് മാതാപിതാക്കളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 3ാമത്തെ ബാധ്യതയാണ്, പഠിച്ചു വെച്ചോളിൻ. 3ാമത്തെ ബാധ്യതയാണ് കുഞ്ഞ് വളർന്നു വലുതാകുമ്പോൾ അല്ലിമൂഹുന്നൽ ഖുർആൻ, മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കണം. 30 ജുസ് ഖുർആൻ പഠിക്കുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറണം. ഹാഫിളീങ്ങളായില്ലെങ്കിലും അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്ന സൂറത്തുൽ ബഖറയിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ മിനൽ ജിന്നതി വന്നാസ് സൂറത്തുൻ നാസ് വരെ ഓതാൻ അറിയാവുന്ന മക്കളായിട്ട് നമ്മുടെ മക്കൾ മാറണം. നമ്മുടെ മക്കൾ 30 ജുസ് ഖുർആൻ ഓതാൻ അറിയാവുന്നവരായിരിക്കണം. അപ്പോഴാണ് നമ്മളൊരു ഉപ്പയായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മുടെ മക്കളോടുള്ള ബാധ്യതകൾ നമ്മൾ പൂർത്തീകരിക്കുന്നത്. അല്ലാതെ അവർക്ക് വേണ്ടി കോടികൾ ഉണ്ടാക്കി, കുറെ സ്വത്തുണ്ടാക്കി വെച്ചു, കുറെ കാറ് മേടിച്ചു കൊടുത്തു, ബൈക്ക് മേടിച്ചു കൊടുത്തു. അതിപ്പോ എല്ലാവർക്കും പറ്റും. എല്ലാ അണ്ടനും അരകോടനും അതൊക്കെ പറ്റും. മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ പറ്റണമെങ്കിൽ അത് തൗഫീഖുള്ള ഉപ്പമാർക്കേ പറ്റുള്ളൂ. അത് ഭാഗ്യമുള്ള ഉപ്പമാർക്കേ പറ്റുള്ളൂ. അള്ളാഹു ഭാഗ്യമുള്ള ഉപ്പമാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഭാഗ്യമുള്ള ഉമ്മമാരിൽ അള്ളാഹു എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. മക്കളെ ഖുർആൻ പഠിപ്പിക്കുക. ഒന്ന് ഹാഫിളാക്ക്. ഒരു ഹാഫിള്, നമ്മുടെ മകൻ ഹാഫിളാണെന്ന് പറയാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എത്ര വലിയ ഭാഗ്യമാണ്, എത്ര വലിയ ഭാഗ്യമാണ്. ഒരാൾ ഖുർആൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര പ്രതിഫലങ്ങളാണ് പടച്ചോൻ കൊടുക്കുന്നത്. മൻ അല്ലമൽ ഖുർആൻ വഅമില ബിഹി ഉൽബിസ യൗമൽ ഖിയാമത്തി താജം മിൻ നൂർ.
അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറഞ്ഞു തരികയാണ്, മക്കളെ ഹാഫിളീങ്ങളാക്കി കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം പഠിച്ചു വെച്ചോ. ഏതെങ്കിലും ഒരു ഉപ്പാക്ക്, ഏതെങ്കിലും ഒരു ഉമ്മാക്ക് 10 വയസ്സ് തികഞ്ഞ ആൺകുട്ടിയുണ്ടോ പെൺകുട്ടിയുണ്ടോ, പെങ്ങളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കോ. എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹുവിന്റെ ഖുർആൻ കാണാതെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയിൽ തന്നെ എത്രയോ ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ നിന്റെ വയറ്റിൽ പറന്ന ഒരു മകനോ മകളോ പഠിക്കുകയാണെങ്കിൽ, അതനുസരിച്ച് അവനോ അവളോ ജീവിക്കുകയാണെങ്കിൽ, നാളെ പരലോകത്തവൻ കടന്നു വരുന്നത് എങ്ങനെയെന്നറിയോ? കിരീടം ധരിച്ചുകൊണ്ടാടുമ്മ, വാപ്പാടെയും ഉമ്മാടെയും കൈപിടിച്ചുകൊണ്ടാടു. പരലോകത്തേക്ക് എല്ലാവരും കടന്നു വരുന്നത് നഗ്നരായിട്ടാടു. യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ വഉറാതൻ വഗുർലാ. നബി തങ്ങൾ പറഞ്ഞു തരികയാണ്, ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടാമത്തെ വട്ടം സൂറെന്ന കാഹളത്തിലൂതുമ്പോൾ ഖബറെല്ലാം പിളരുമല്ലോ, മനുഷ്യരെല്ലാവരും ഖബറിന്റെ വെളിയിലോട്ട് കടന്നു വരുമല്ലോ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാലഹാ. ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ രണ്ടാമത്തെ വട്ടം ഊതുമ്പോൾ മനുഷ്യരെല്ലാവരും വെളിയിലോട്ട് കടന്നു വരികയാണ്. പരസ്പരം ചോദിക്കുകയാ, നമ്മളെ കൊണ്ടുവന്ന് കബറടക്കിയപ്പോൾ നമുക്ക് വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. 3 കഷണം വെള്ള തുണിയിൽ പൊതിഞ്ഞുകൊണ്ടാണ് നമ്മളെ കൊണ്ടുവന്ന് കബറടക്കിയത്. പക്ഷേ നമ്മളിപ്പോൾ വസ്ത്രമില്ലാത്തവരാണല്ലോ. ഇതെന്തു പറ്റി റബ്ബേ? ഇതെന്താണ് അല്ലാഹ്? വല്ലാത്തൊരു യാത്രയാണ് സഹോദരാ, വല്ലാത്തൊരു യാത്രയാണ് സഹോദരാ. വസ്ത്രങ്ങളില്ലാതെ ചെരുപ്പില്ലാതെ പടച്ച റബ്ബിന്റെ പരലോകത്തേക്ക് എല്ലാവരും കടന്നു പോകുമ്പോൾ വസ്ത്രമണിഞ്ഞുകൊണ്ടൊരു വിഭാഗം കടന്നു വരികയാ. അവർക്ക് അല്ലാഹുവിന്റെ അർശിന്റെ തണലവിടുന്നു കൊടുക്കുകയാ. അവരമ്പിയാക്കളോടൊപ്പം ഇരിക്കുകയാണ്, ഔലിയാക്കളോടൊപ്പം ചില ദമ്പതിമാരിയ്ക്കുകയാണ്. ആളുകളെല്ലാവരും ആ ദമ്പതിമാരുടെ അരികിലോട്ട് കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾക്ക് ഇത്രയും വലിയ ഭാഗ്യം കിട്ടാനുള്ള കാരണമെന്തോ? ഇത്രയും വലിയ ഭാഗ്യം കിട്ടാനുള്ള കാരണമെന്തോ? ആ മാതാപിതാക്കൾ കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ? ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ ഖുർആൻ കാണാതെ പഠിപ്പിച്ചു മനുഷ്യ. 10ഉം 11ഉം വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ഞങ്ങളുടെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് 10 വയസ്സുള്ള 11 വയസ്സുള്ള മക്കളുള്ള മാതാപിതാക്കളോട് ചോദിച്ചാൽ അറിയാം, ആ മക്കളെ പിരിഞ്ഞിരിക്കാൻ ഒരു ഉപ്പമാരും ഇഷ്ടപ്പെടില്ല, ഒരു ഉമ്മമാരും ഇഷ്ടപ്പെടില്ല. മക്കൾ കൂടെ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മക്കളില്ലാത്ത ജീവിതം സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ മുസ്ലിമേ. എത്ര വിദൂരത്തിലോട്ട് കടന്നു ചെന്നാലും തിരികെ വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ കുഞ്ഞിമോണയും കാണിച്ച് പൊട്ടിച്ചിരിച്ച് നമ്മളെ സ്വീകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഏത് പ്രതിസന്ധി ജീവിതത്തിലുണ്ടെങ്കിലും അതൊന്നു മാറാൻ അവരുടെ ഒറ്റ ചിരി മാത്രം മതി. നമ്മുടെ മക്കളുടെ സ്നേഹത്തോടുകൂടിയുള്ള വർത്തമാനം മാത്രം മതി. നമ്മുടെ പ്രിയപ്പെട്ട മക്കളോ, ആ മക്കള് നമ്മുടെ ജീവനാണല്ലോ ഉപ്പാ. 10ഉം 11ഉം വയസ്സും മാത്രം പ്രായമുള്ള മക്കളെ ഹിഫ്ള് പഠിപ്പിക്കാൻ അയച്ചു. ആ മക്കള് ഖുർആൻ കാണാതെ പഠിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. ആ മക്കളെ ഖുർആൻ പഠിപ്പിച്ചു തിരികെ കൊണ്ടുവന്നു. എന്നിട്ട് ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ച് നല്ല ആലിമാക്കി സമൂഹത്തിന് സമർപ്പിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ അർശിന്റെ ചുവട്ടിൽ പട്ടിനെക്കാളും തിളക്കമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, സൂര്യന്റെ പ്രകാശത്തെക്കാളും വെല്ലുന്ന കിരീടം ധരിച്ചുകൊണ്ട് ചില മാതാപിതാക്കൾ നാളെ അർശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ആരെന്നറിയോ? അവരാരെന്നറിയോ?
എന്റെ മാതാപിതാക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകം നിർബന്ധമായ 40 പേര്, നരകം നിർബന്ധമായ 40 പേര് അള്ളാഹുവിന്റെ സ്വർഗത്തിലോട്ട് ശുപാർശ ചെയ്യാൻ ഖുർആൻ കാണാതെ പഠിച്ചൊരു ഹാഫിദിന് അവകാശമുണ്ടോ? ഖുർആൻ കാണാതെ പഠിച്ചൊരു ഹാഫിദിന് നരകം നിർബന്ധമായ 40 പേരെ ശുപാർശ ചെയ്യാൻ നാളെ പരലോകത്ത് അള്ളാഹു അവസരം കൊടുക്കുമെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എത്രയോ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എത്രയോ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു ഹാഫിദിന്റെ മൃതദേഹമുണ്ടല്ലോ, നല്ലൊരു ഹാഫിദിന്റെ മയ്യത്തുണ്ടല്ലോ, അത് ഖബറിലോട്ട് വെച്ചിട്ട് എത്ര നാള് കഴിഞ്ഞാലും പുഴുക്കള് തിന്നില്ല എന്ന് എത്രയോ കിതാബുകളിൽ നമുക്ക് കാണാം. ഖുർആൻ കാണാതെ പഠിച്ച് അതനുസരിച്ച് ജീവിച്ച് ഖുർആൻ മറ്റുള്ളവരെ പഠിപ്പിച്ച് ജീവിക്കുന്ന നല്ലൊരു ഹാഫിദിന്റെ ശരീരം ഖബറിലോട്ട് ഇറക്കി വെച്ചാലും പുഴുക്കള് തിന്നില്ല എന്ന് കിതാബിലുണ്ട് സഹോദരാ.